സ്നേഹമുള്ളവരെ, പുതിയൊരു വീഡിയോയുമായിട്ട് ഞാൻ വീണ്ടും നിങ്ങളുടെ മുമ്പിലേക്ക് എത്തുകയാണ്. ഇന്ന് ഈ വീഡിയോ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുമ്പോൾ വല്ലാത്തൊരു ആശയക്കുഴപ്പത്തിലാണ്. എന്താണ് പറയേണ്ടത്, എങ്ങനെ അവതരിപ്പിക്കണം എന്നൊന്നും അറിയാത്ത ഒരവസ്ഥയിലൂടെ കടന്നു പോകുമ്പോൾ ഇന്ന് നിങ്ങളോട് ചെറിയൊരു കാര്യം പങ്കുവയ്ക്കാനാണ് ഞാൻ ആഗ്രഹിക്കുക. പ്രത്യേകിച്ചും നന്ദിയുടെ ഒരു വാക്ക് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. കാരണം കാരിസ്മയിൽ കഴിഞ്ഞ 5 വർഷക്കാലം ഞാൻ സേവനം ചെയ്തു. പുതിയൊരു സ്ഥലത്തേക്ക് സ്ഥലം മാറ്റം കിട്ടി പോകുന്നതിൻ്റെ തൊട്ട് അടുത്ത ആഴ്ചയാണ് ഞാൻ നിങ്ങളോട് ഈ ഒരു വീഡിയോ പങ്കുവയ്ക്കുക. എന്നെ സംബന്ധിച്ച് കാരിസ്ഭവൻ എന്ന് പറയുന്നത് വല്ലാത്തൊരു അനുഭവമാണ്. ഇനി വരുന്ന വീഡിയോസിലൊക്കെ കാരിസ്ഭവനിലെ എൻ്റെ അനുഭവങ്ങളൊക്കെ പങ്കുവയ്ക്കാൻ ഞാൻ ഒത്തിരിയേറെ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ അതിനേക്കാൾ ഉപരിയായി ഇന്ന് ഒരു നന്ദിയുടെ നിമിഷമായിട്ട് ഞാൻ ഈ വീഡിയോ മാറ്റുകയാണ്. കാരണം കാരിസ്ഭവനാണ് എനിക്കെല്ലാം നൽകിയത്. കാരിസ്ഭവനിലൂടെയാണ് ഞാൻ വളർന്നത്. കാരിസ്ഭവനിലെ ആണ് ഞാൻ ഈ ഒരു സംരംഭത്തിന് പോലും തുടക്കം കുറിക്കുന്നത്. നിങ്ങൾക്കറിയാം ഞാൻ എങ്ങനെയാണ് ഈ ഒരു ചാനൽ തുടങ്ങിയതെന്ന്. ഞാൻ നിങ്ങളോട് പങ്കുവെച്ച ഒരു കാര്യമാണ് എപ്രകാരമാണ് ഞാൻ ഈ ഒരു ചാനൽ തുടങ്ങിയത്. അന്ന് തൊട്ട് നിങ്ങൾ തന്ന സഹകരണത്തിനൊക്കെ ഒരു പ്രത്യേകം നന്ദി ഈ നിമിഷം ഞാൻ അറിയിക്കുകയാണ്. ഞാൻ പുറത്തു പോകുമ്പോഴാണെങ്കിലും പല സ്ഥലങ്ങളിലേക്ക് സഞ്ചരിക്കുന്ന അവസരങ്ങളിലാണെങ്കിലും ഒത്തിരിയേറെ ആളുകൾ കാരിസ്ഭവനിലെ കുർബാന കാണുന്നവരാണ്. ഞാൻ എവിടെ പോയാലും അച്ഛൻ്റെ ഞാൻ കുർബാന കണ്ടിട്ടുണ്ട്, അല്ലെങ്കിൽ അച്ഛൻ്റെ യൂട്യൂബ് ചാനൽ ഞാൻ കാണാറുണ്ട്, അതിൽ വരുന്ന ഓരോ കാര്യങ്ങൾ ഞാൻ കൃത്യമായിട്ട് വീക്ഷിക്കാറുണ്ട്, അങ്ങനെ അഭിപ്രായം പറയുന്ന ഒത്തിരിയേറെ ആളുകളെ കണ്ടുമുട്ടിയിട്ടുണ്ട്. അതൊക്കെ കേൾക്കുമ്പോൾ എനിക്കും ചെറിയൊരു സന്തോഷമാണ്. കാരണം എന്നെ സംബന്ധിച്ച് ഇത് ആദ്യത്തെ ഒരു അനുഭവമാണ്. പ്രിയമുള്ളവരെ, ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് ഒരു പുതിയ ചാനലുമായിട്ട് കടന്നു വന്നപ്പോൾ നിങ്ങൾ തന്ന ആ ഒരു സഹകരണം ഞാൻ എന്നും നന്ദിയോടെ ഓർക്കുന്ന ഒന്നാണ്. ഇന്ന് എനിക്ക് 887 സബ്സ്ക്രൈബേഴ്സാണ് ഉള്ളത്. ആ 887 പേരോട് ഞാൻ അങ്ങോട്ട് ചോദിച്ചതല്ല, അവർ കണ്ടറിഞ്ഞ് എൻ്റെ സബ്സ്ക്രൈബേഴ്സായിട്ട് മാറിയതാണ്. ഞാൻ ഒരിക്കലും ഈ ചാനൽ കൂടുതലായിട്ട് പ്രൊമോട്ട് ചെയ്യാൻ ആഗ്രഹിച്ചിട്ടില്ല. ആദ്യത്തെ ഒരു ദിവസം സ്റ്റാറ്റസ് ഇടും, പിന്നീട് അതിനെക്കുറിച്ച് ഞാൻ വരീഡല്ല. നിങ്ങൾക്ക് കാണേണ്ടതാണ് കാണും എന്നുള്ളൊരു ആഗ്രഹത്തോടെയാണ്. പക്ഷേ ഇപ്പോൾ കാരിസ്ഭവനിൽ നിന്ന് ഞാൻ പോകുകയാണ് എന്നറിയുമ്പോൾ ഒത്തിരിയേറെ ആളുകൾ ഈ ചാനൽ നിർത്തരുത് എന്ന് പറഞ്ഞ് എൻ്റെ അടുത്ത് വന്നാണ്. അപ്പോൾ ഞാൻ അച്ഛന്മാരുമായിട്ട് സംസാരിച്ചു, ഇവിടെ നിന്ന് പോയാലും എനിക്ക് എങ്ങനെയാണ് ഈ ഒരു ശുശ്രൂഷ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുക. അപ്പോൾ പറഞ്ഞു, അവർ തമാശയായിട്ട് പറഞ്ഞൊരു കാര്യമാണ്, കാരിസ്ഭവനിലെ എല്ലാ പറമ്പും ഇപ്പോൾ അച്ഛൻ കണ്ടു കഴിഞ്ഞു. ഒരു പക്ഷേ അച്ഛൻ്റെ ലൊക്കേഷനൊക്കെ തീർന്നത് കൊണ്ടായിരിക്കാം പുതിയൊരു മാറ്റം വന്നത്. കാരണം പുതിയൊരു ലൊക്കേഷനിൽ നിങ്ങൾക്ക് കൂടുതൽ കാണാനുള്ളൊരു അവസരം കൂടി. കാരണം ഞാൻ SBS സെമിനാരി ഏറ്റുമാനൂരിലേക്കാണ് പോകുന്നത്. ഇവിടെ നിന്ന് വളരെ അടുത്താണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു ചാനൽ മുന്നോട്ട് കൊണ്ടുപോകാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ ഇതുവരെ നിങ്ങൾ ചെയ്ത എല്ലാ കാര്യങ്ങൾക്കും ഞാൻ ഒത്തിരിയേറെ നന്ദി പറയുന്നു. ഒത്തിരിയേറെ ആളുകൾ അത് കാണുന്നുണ്ട്, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുന്നുണ്ട്, എൻ്റെ ടീച്ചേഴ്സ് കാണുന്നുണ്ട്, അവരും നല്ല അഭിപ്രായങ്ങൾ പറയുന്നു. അങ്ങനെ കാണുന്ന ഓരോരുത്തരും ഓരോ അഭിപ്രായം പറയുമ്പോഴും അത് വീണ്ടും വീണ്ടും ചെയ്യാനുള്ള ഒരു ബൂസ്റ്റാണ്, അല്ലേ? നമുക്ക് എന്തെങ്കിലും ഒരു അപ്രിസിയേഷൻ കിട്ടുമ്പോഴാണ് കൂടുതലായിട്ട് നമ്മൾ അതിനെക്കുറിച്ച് എന്തെങ്കിലും ചെയ്യണമെന്ന് ആഗ്രഹിക്കുക. ഇവിടെ നിന്നും ഈ ഒരു ചാനലിൽ നിങ്ങൾ നൽകിയിരിക്കുന്ന പോസിറ്റീവായ എല്ലാ റെസ്പോൺസിനും ഞാൻ പ്രത്യേകം നന്ദി പറയുന്നു. അതേസമയം ഞാൻ എൻ്റെ ചാനലിലൂടെ ആരെയും വേദനിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. എല്ലാവർക്കും നല്ലത് പറഞ്ഞു കൊടുക്കുക. ചെറിയ രീതിയിൽ എൻ്റെ ലൈഫിലൂടെ നിങ്ങളുടെ മോട്ടിവേഷൻ കൊടുക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ അത് തന്നെ ഏറ്റവും നല്ല കാര്യമെന്ന് കരുതുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. ആദ്യത്തെ വീഡിയോ പറഞ്ഞ ഒരു വ്യക്തിയെങ്കിലും ഇതുവഴി ഇൻഫ്ലുവൻസ്ഡ് ആയിട്ടുണ്ടെങ്കിൽ ഞാൻ ഒത്തിരിയേറെ നന്ദിയുള്ളവനായിരിക്കും. ഞാൻ ദൈവത്തിനും നന്ദി പറയുന്ന ഒരു കാര്യം അത് തന്നെയാണ്. തീർച്ചയായും പ്രിയമുള്ളവരെ, ഇന്ന് നിങ്ങളുടെ മുമ്പിൽ ഈ ഒരു വീഡിയോ അവതരിപ്പിക്കുമ്പോൾ എൻ്റെ സ്ഥലം മാറ്റത്തെക്കുറിച്ച് കൂടുതലായിട്ട് നിങ്ങളോട് പറയാനാണ് ആഗ്രഹിക്കുന്നത്. കഴിഞ്ഞ 5 വർഷത്തിന് ശേഷം ഞാൻ അടുത്ത ആഴ്ച തന്നെ പുതിയൊരു സ്ഥലത്തേക്ക് പോവുകയാണ്, SBS സെമിനാരി ഏറ്റുമാനൂർ. അവിടെയും അഡ്മിനിസ്ട്രേറ്ററായിട്ട് തന്നെയാണ് എൻ്റെ ശുശ്രൂഷകൾ ഞാൻ മുന്നോട്ട് കൊണ്ടുപോവുക. അവിടെ എല്ലാം നല്ല രീതിയിൽ ചെയ്യാൻ വേണ്ടി നിങ്ങൾ എനിക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുക. ഇനിയും ഒത്തിരിയേറെ നല്ല വീഡിയോസ് അവിടുത്തെ ആ ഒരു അന്തരീക്ഷത്തിൽ നിന്ന് ചെയ്യുവാൻ സാധിക്കണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. കാരിസ്ഭവനിൽ നിന്ന് പോകുന്നു എങ്കിലും ഞാൻ കാരിസ്ഭവനോടുള്ള ബന്ധം അവസാനിപ്പിക്കുന്നത്. കാരണം ഈ ഒരു ചാനലായിരിക്കും ഒരു പക്ഷേ കാരിസ്ഭവനോടുള്ള ആ ഒരു ബന്ധം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അതുകൊണ്ട് തന്നെ എന്നെ ഇനി കുർബാനയിലൊക്കെ കാണാൻ ആഗ്രഹിക്കുന്നവർ ചിലപ്പോൾ കാണാൻ സാധിച്ചെന്ന് വരില്ല. അങ്ങനെയുള്ളവർ ദയവ് ചെയ്ത് ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമ്മുടെ ആ ബന്ധം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും, അല്ലേ? വെറുതെ കണ്ടുപോകാതെ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ പതിയെ എല്ലാ ആഴ്ചയും ഈ അച്ഛൻ നിങ്ങളുടെ മുമ്പിൽ ഉണ്ടട്ടോ, നിങ്ങളുടെ കൂടെ ഉണ്ടട്ടോ എന്നൊരു മുന്നറിയിപ്പുമായിട്ട് ഒരു നോട്ടിഫിക്കേഷൻ പോലെ നിങ്ങളുടെ അടുത്തേക്ക് വരുമ്പോൾ ഇത് കാരിസ്ഭവനിലുണ്ടായിരുന്ന സക്രിയാസച്ചനല്ലേ എന്ന് ചിന്തിക്കാൻ നിങ്ങൾക്ക് ഒരു അവസരം ഉണ്ടാകും. അപ്പോൾ അതുകൊണ്ട് കൂടുതലായിട്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ മറ്റുള്ളവരോടും സബ്സ്ക്രൈബ് ചെയ്യാനൊക്കെ പറയുക. നമുക്ക് കുറച്ച് നല്ല ചിന്തകളൊക്കെ പങ്കുവയ്ക്കാം.
നിങ്ങളുടെ കുട്ടികൾക്ക് നല്ലതായിരിക്കാം, അതുപോലെ നിങ്ങളുടെ യുവജനങ്ങൾക്ക്, അങ്ങനെ എല്ലാവർക്കും ഉപകരിക്കുന്ന രീതിയിൽ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഞാൻ ഓരോ ആഴ്ചയും നിങ്ങളുടെ മുമ്പിലേക്ക് എത്തുന്നതായിരിക്കും. അപ്പോൾ ഇനി അടുത്ത വീഡിയോ പുതിയ സ്ഥലത്തുനിന്നായിരിക്കും. അതുവരെ ക്ഷമയോടെ കാത്തിരിക്കുക. നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു വൺ ആൻഡ് ഓൾ. ഓക്കെ, സ്നേഹമുള്ളവരെ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ക്ഷമയോടെ കാത്തിരിക്കും.